ഇതൊക്കെ നിങ്ങളും കൊണ്ട് നടക്കണം. നിങ്ങളിത് കണ്ടുപഠിക്കണം. എന്തൊക്കെയാണ് കൃഷി, എന്താണ് കൃഷി കൊണ്ടുള്ള ആദായം, എങ്ങനെയാണ്. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം ഉണ്ടരുത്. ഇപ്പൊക്കെ ചുമർമൽ നോക്കി കുളു നെല്ലിച്ചിട്ട് പണിയാളുള്ളത്. മുമ്പ് അമ്മി ഒലക്ക വരല് അയിമലിട്ട് മഞ്ഞൾ കൊത്തമ്പാലി നീട്ടി അരക്കണം. ആ അരച്ച് തിന്നിഞ്ഞ ഭക്ഷണം അത് വേറെ രുചി കഴിഞ്ഞ്. മണ്ണൊരുക്കാം കൂട്ടരേ മനസ്സൊരുക്കാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ വിതച്ചു നേടിയ നാടിത് കൊയ്തു നേടിയ നാടിത് മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ നീർ നിറഞ്ഞ തടത്തിനായി ഒത്തുചേരാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ തണലു തീർക്കാൻ കുട നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കരുത്താകൂ മണ്ണിന് കാവലാകൂ മണ്ണിന് മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ പൊന്നു വിളയും നാടിത് പൊന്നുപോലെ കാക്കണം മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കാലം കാക്കും സ്വപ്നമെല്ലാം സഫലമാക്കാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ മണ്ണൊരുക്കാം കൂട്ടരേ മനസ്സൊരുക്കാം കൂട്ടരേ മകനാണ് ആരോ മേരും അങ്ങനെ ഒന്നുമില്ല നെല്ല് കുത്തടി കൊരാമേ എനിക്ക് എന്തമ്മേ നെല്ല് കുത്തടി കോരാമേ നെല്ല് കുത്തടി കൊരാമേ കഞ്ഞിക്ക് വെക്കട കോരാ എനിക്ക് എന്തമ്മേ. ഹെവൻസ് പ്രീ സ്കൂൾ ആൻഡ് ഹാബിറ്റ്സ് മുണ്ടുമൊഴിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നമ്മുടെ പഴയ കാർഷിക രീതിയെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എങ്ങനെയാണ് നെല്ല് ഉണ്ടാവുന്നത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് ഫീൽഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പാടം ഉഴുത് മറിച്ച് അതിൽ പാകപ്പെടുത്തി എങ്ങനെ കുട്ടികൾക്ക് ഞാറ് നടുന്ന ഒരു സമ്പ്രദായം അത് പരിചയപ്പെടുത്തുക, അങ്ങനെ നെല്ല് എങ്ങനെയാണ് വിളയിച്ചെടുക്കുന്നത് എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഫീൽഡ് ട്രിപ്പ് എന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ കുട്ടികളിവിടെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്.
കർഷക ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിന് പ്രധാനമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ഈ ഒരു തലമുറക്ക് പഴമ എന്തായിരുന്നു, കൃഷി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അന്ന് ജനങ്ങൾ ജീവിച്ചിരുന്നതെന്നൊന്നും അറിയില്ല. നെല്ല് കുത്തലും അതിൽ നിന്ന് അരി സെപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒലക്ക, ഉരൽ, അതേപോലെ പറ, മുറം, അങ്ങനെയുള്ളതൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ടെക്നോളജി പരമായിട്ട് ഒരുപാട് വികസനം മനുഷ്യനുണ്ടെങ്കിൽ പോലും പഴമ, പ്രത്യേകിച്ച് കൃഷി എന്നുള്ളത് നമ്മുടെ നടുന്തൂണാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം. എല്ലാ സാധനങ്ങളും പിന്നെ എന്താ പറയുക, അരി, പച്ചക്കറികൾ എല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരണം. അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പട്ടിണി. അവിടുന്ന് ഇങ്ങോട്ട് വരവ് കുറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കൂടുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ കുട്ടികളെ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പഴമകളെ അനുഭവത്തിലൂടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ വീടുകളിൽ അവർക്ക് കൃഷിയുടെ ചില തുടക്കങ്ങൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹെവൻസ് പ്രത്യേകിച്ചും ഈ കർഷക ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്.